ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ JBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ. ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് ഇച്ചിരി പഴയ ആംപ്ലിഫയർ ആണ്. ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ആംപ്ലിഫയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊന്നും ഈ ഒരു ടൈപ്പ് ബോർഡൊന്നും വെക്കില്ല. കാരണം ഇത് പഴയ നമ്മുടെ ട്രാൻസിസ്റ്റർ ബോർഡ് ആംപ്ലിഫയർ ആണ്. ഇപ്പോൾ നമ്മൾ 500 ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 2N3773 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഞാനിത് ചോദിച്ചപ്പോൾ എനിക്ക് അവർ പറഞ്ഞത് ഇത് ഫിലിപ്സിൻ്റെ നമ്മുടെ അഹൂജ 4040 അതേ ഒരു സർക്യൂട്ടൊക്കെയാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മുടെ ബോർഡെന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ആക്ച്വലി ഇതിൻ്റെ കൂട്ടൊരു ബോർഡുണ്ട്. അത് പക്ഷേ 3055 ആണ്. ഇത് പക്ഷേ വെഗാ കിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇത് നമ്മൾ ഒറിജിനലി ഫിലിപ്സിൻ്റെ അതേ സർക്യൂട്ടാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു സർക്യൂട്ട് ആണോ എന്ന് നമ്മൾ ബോക്സൊക്കെ അഴിച്ചിട്ട് നമുക്ക് നോക്കണം. മീൻസ് കവർ പൊട്ടിച്ച് നമുക്ക് നോക്കണം. ഓക്കെ, ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള തകരപ്പറമ്പിൽ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഷോപ്പിൻ്റെ പേരൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവിടെ ഈ ഒരു ഇടയിലും കണ്ടേ ഉള്ളൂ ഈ ഒരു മോഡൽ ഇരിക്കുന്നത്. പിന്നെ മെഗാടെക് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു ബോർഡുണ്ട്. തന്നെ 1200 ആ ഒരു റേഞ്ച് വരും. ഇതിന് 700 രൂപയുള്ളൂ. അത് 3055 ആണ്. ഇത് 3773 ആണ്. കുറച്ച് വാട്ട്സിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒരു പൊടിക്ക് വാട്ട്സ് ഇതിനാണ് കൂടുതൽ. അപ്പോൾ ഇതാണ് ബോർഡ്. 700 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ GE എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ട്രാൻസിസ്റ്റർ ഇത്ര ക്വാളിറ്റി ഉള്ളതല്ല. ഇത് മാറ്റി ഇടേണ്ടി വരും. ചിലപ്പോൾ അത്ര പെർഫോമൻസ് തരുന്നതല്ല. ബാക്കി കുഴപ്പമില്ലാത്ത ആണ്. എഴുതിയിരിക്കുന്നത് മെറ്റക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തോ സംഭവം എന്നറിയില്ല. എന്നാലും ഈ സെയിം ബോർഡ് തന്നെ, ഈ സെയിം സർക്യൂട്ട് 3055 വെച്ചിട്ടുള്ളൊരു ബോർഡും ആ കടയിൽ ഇരിപ്പുണ്ടായിരുന്നു. കടയുടെ പേരെനിക്ക് ഓർമ്മയില്ല. എന്നാലും സ്പോട്ട് അതാണ്. തകരപ്പറമ്പിലൊരു ഷോപ്പിലാണ് ഇതുള്ളത്. ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് അന്വേഷിച്ച് നടക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് കവർ പൊട്ടിക്കാം. കവർ പൊട്ടിച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് അവർ എഴുതിയിട്ടുണ്ട് 700. പിന്നെ 80 വാട്ട്സ് ആംപ്ലിഫയർ ബോർഡാണ്. 2N3055 എന്നാണ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം ഇത് 40 വാട്ട്സ് വെച്ച് കിട്ടും നമുക്ക് ഒരു ചാനലിൽ. കറക്റ്റ് പവർ സപ്ലൈ കൊടുക്കുകയാണല്ലോ. അത് അവർ കൊടുത്തിരിക്കുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 വോൾട്ട് DC ആണ്. ഇതിനകത്ത് നോക്കുകയാണല്ലോ നമുക്ക് പവർ സെക്ഷൻ ഒന്നുമില്ല, പവർ സപ്ലൈയുടെ സെക്ഷൻ ഒന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ സിംഗിൾ പവർ സപ്ലൈ ആണ്. 27 വോൾട്ടിൻ്റെ DC പവർ സപ്ലൈ ഇതിനകത്തേക്ക് ഡയറക്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. മാക്സിമം അത് 12 തൊട്ട് 27 വരെ നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും കവർ പൊട്ടിക്കാം. കവർ പൊട്ടിച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം. പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട് കേട്ടോ. പാക്ഡ് ഡേറ്റ് ഉണ്ട്. പാക്ഡ് ഡേറ്റ് എടുക്കുന്നത് 4/8/2021 ആണ്. ഒരു സ്റ്റിക്കർ ഒട്ടിക്കാവുന്നേ ഉള്ളൂ. പുതിയതാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഈ ടൈപ്പ് ബോർഡൊന്നും കിട്ടാനില്ല എന്നാണ് പറഞ്ഞത്. പഴയ സ്റ്റോക്ക് ഇരുന്നതെന്നാണ് പറഞ്ഞത്. ഇതൊന്നും ഇപ്പം വരലില്ല. എല്ലാം 500 ആണ് വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് തപ്പിപ്പിടിച്ച് പോയതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു 18 ട്രാൻസ്ഫോമർ ഒരു ടാപ്പിംഗ് ഉണ്ട്, അതിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി പ്രത്യേക ഒരു ട്രാൻസ്ഫോമർ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. ട്രാൻസ്ഫോമറിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ക്വാളിറ്റി ഉള്ള PCB ഒന്നും അല്ല കേട്ടോ. ആവറേജ് ആയിട്ടുള്ളൊരു PCB ആണ്. നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇവിടെ നമുക്ക് 27 പ്ലസ് മൈനസ്, ഇവിടെയാണ് നമ്മുടെ പ്ലസ്, ഇവിടെ മൈനസ്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സ്പീക്കർ, ഇവിടെ LS സ്പീക്കറാണ്. ഇത് 2 സ്പീക്കറാണ്. സ്പീക്കർ ഔട്ട്പുട്ടാണ് ഇവിടെ 2. അത് ഗ്രൗണ്ട് ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കി കൊടുക്കുക. ഇവിടെ ഓഡിയോ ഇൻപുട്ട്, ഇതാണ് ഗ്രൗണ്ട് വരുന്നത്. ഇതുവഴി നോക്കുകയാണല്ലോ. ഇതൊക്കെ ലെഡൊന്നും അത്ര നൈസായിട്ടുള്ള വയറിങ്ങില്ല. എനിക്ക് തോന്നുന്നു ആ ഷോപ്പിൽ പുള്ളി തന്നെ ചെയ്യുന്ന ബോർഡാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, എനിവേ ഇവിടെ പ്ലസും മൈനസും കൊടുക്കണം. 27 വോൾട്ട്. ഇവിടെ ഓഡിയോ ഇൻപുട്ടാണ്. ഇൻപുട്ട് ഇവിടെയാണ് വരുന്നത്, ഈ ഭാഗത്തായിട്ട്. ഇവിടെ ഇത് ഗ്രൗണ്ട്. നോക്കുകയാണെങ്കിൽ ട്രാക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് ഇവിടെയും ട്രാക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇൻപുട്ട്, ഈ ഭാഗം ഇൻപുട്ട്, ഇത് ഗ്രൗണ്ട്. സ്പീക്കറിൽ നോക്കുകയാണെങ്കിലും ഇത് ഗ്രൗണ്ട്, ഇത് പ്ലസ്. ഇത് ഗ്രൗണ്ട് അല്ലല്ലോ, യെസ്, ഇത് ഗ്രൗണ്ട്, ഇത് ഗ്രൗണ്ട്, ഇത് പ്ലസ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കൊടുക്കാനായിട്ട്. ഇതാണ് ബോർഡ്. കുഴപ്പമില്ല എന്ന് പറയാം. ഹീറ്റ് സിങ്കൊക്കെ
ബ്ലാക്ക് പെയിൻ്റാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബോർഡുമായിട്ട് ഒരുപാട് സാമ്യമൊക്കെ ഉണ്ട് കേട്ടോ. സെയിം സർക്യൂട്ടാണെന്ന് തോന്നുന്നു. ഏകദേശം ആണെന്ന് തോന്നുന്നു. നോക്കണം, നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. ഏകദേശം സെയിം ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വയറിങ്ങൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇതാണ് ബോർഡ്. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഓഡിയോ ചെക്കിങ്ങും ചെയ്യണം. കാരണം നമ്മളിതൊരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം ആ ഒരു വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ഒരു വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. 700 രൂപ പ്രൈസ്. ട്രിവാൻഡ്രം തകരപ്പറമ്പിലാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇനി സ്റ്റോക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.